ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ ആവർത്തന പുസ്തകം എന്ന വിഷയത്തിൻ്റെ 4ാമത്തെ സെക്ഷനിൽ പ്രവേശിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹബന്ധങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനം, സഹകരണം, പ്രാർത്ഥനയുടെ പിൻബലം എല്ലാവരും നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാഠ്യപദ്ധതിയുടെ 401ാമത്തെ ക്ലാസ്സാണിത്. അതോളം ദൈവം നമ്മെ സഹായിച്ച് ഓർത്തിക്കാൻ ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. നാം ഇന്ന് 3ാം അധ്യായത്തിലൂടെ നമ്മുടെ ചിന്ത തുടരുകയാണ്. അനന്തരം നാം തിരിഞ്ഞ് ബാഷാനിലേക്കുള്ള വഴിയായിപ്പോയി. അപ്പോൾ ബാഷാൻ രാജാവായ ഓഗും അവൻ്റെ സർവ്വജനവും നമ്മുടെ നേരെ പുറപ്പെട്ട് എദ്രയിൽ വെച്ച് പടയേറ്റു. എന്നാൽ യഹോവ എന്നോട് അവനെ ഭയപ്പെടരുത്, ഞാൻ അവനെയും അവൻ്റെ സർവ്വജനത്തെയും ദേശത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഹെഷ്ബോനിൽ പാർത്തിരുന്ന അമോര്യ രാജാവായ സീഹോനോട് ചെയ്തതുപോലെ ഞങ്ങളോടും ചെയ്യും എന്ന് കേൾപ്പിച്ചു. അങ്ങനെ നമ്മുടെ ദൈവമായ യഹോവ ബാഷാൻ രാജാവായ ഓഗിനെയും അവൻ്റെ സകല ജനത്തെയും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവനാരും ശേഷിക്കാതെ കൊണ്ട് നാം അവനെ സംഹരിച്ചു കളഞ്ഞു. അക്കാലത്ത് നാം അവൻ്റെ എല്ലാ പട്ടണങ്ങളും പിടിച്ചു. നാം അവരുടെ പക്കൽ നിന്ന് പിടിക്കാത്ത ഒരു പട്ടണവും ഉണ്ടായിരുന്നില്ല. ബാഷാനിലെ ഓഗിൻ്റെ രാജ്യമായ 60 പട്ടണങ്ങളുള്ള അർഗോബ് ദേശമൊക്കെയും നാട്ടുപുറങ്ങളിലെ അനവധി ഊരുകളും പിടിച്ചു. ആ പട്ടണങ്ങളെല്ലാം ഉയർന്ന മതിലുകളും വാതിലുകളും ഓടാമ്പലുകളും കൊണ്ട് ഉറപ്പിച്ചിരുന്നു. ഹെഷ്ബോൻ രാജാവ് സീഹോനോടും ചെയ്തതുപോലെ നാം അവയെ നിർമ്മൂലമാക്കി. പട്ടണം തോറും പുരുഷന്മാരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും നിർമ്മൂലമാക്കി. എന്നാൽ നാൽക്കാലികളെയൊക്കെയും പട്ടണങ്ങളിലെ അപഹൃതവും നാം കൊള്ളയിട്ടെടുത്തു. ഇങ്ങനെ അക്കാലത്ത് അമോര്യ 2 രാജാക്കന്മാരുടെയും കയ്യിൽ നിന്ന് യോർദാനക്കരെ അവർ 600 താഴ് വരെ ഇറങ്ങി ഹെർമോൻ പർവ്വതം വരെയുള്ള ദേശവും സീദോന്യർ ഹെർമോന് സീരിയോൻ എന്നും അമോര്യരോ അതിന് സെനീർ എന്നും പേർ പറയുന്നു. സംഭൂമിയിലെ എല്ലാ പട്ടണങ്ങളും ഗലിയാദ് മുഴുവനും ബാഷാനിലെ ഓഗിൻ്റെ രാജ്യത്തിൽ ഉൾപ്പെട്ട സൽക്ക, എദ്രയി എന്നീ പട്ടണങ്ങൾ വരെയുള്ള ബാഷാൻ മുഴുവനും നാം പിടിച്ചു. ദൈവം അവരുടെ ജീവിതത്തിൽ ചെയ്തതായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ദൈവം അവരെ കൊണ്ട് ജീവിച്ചതായ കാര്യങ്ങൾ ഇവിടെ മോശ ഓർമ്മിപ്പിക്കുകയാണ്. അദ്ദേഹം നമ്മൾ 5ാം വാക്യം വായിക്കുമ്പോൾ അനവധി ആ പട്ടണങ്ങളെല്ലാം ഉയർന്ന മതിലുകളും വാതിലുകളും ഓടാമ്പലുകളും കൊണ്ട് ഉറപ്പിച്ചിരുന്നു. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ദൈവത്തിൻ്റെ ജനത്തിന് ചില നന്മകൾ പ്രാപിക്കുവാൻ കഴിയാതെ കൊണ്ട് ശത്രു ആയവൻ അവൻ്റേതായുള്ള ചില കെട്ടുകളും കോട്ടകളും വാതിലുകൾക്ക് പിടിപ്പിച്ചു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഇതെല്ലാം ഉണ്ടായിട്ടും ദൈവം തൻ്റെ ജനത്തെ അനുഗ്രഹിപ്പാൻ സഹായിപ്പാൻ ഇടയായിത്തീർന്നപ്പോൾ അതെല്ലാം എന്ത് ചെയ്തു? കൈവശമാക്കുവാൻ ഇടയായിത്തീർന്നു. തടസ്സങ്ങളുണ്ടായിരുന്നു, പ്രതികൂലങ്ങളുണ്ടായിരുന്നു. പക്ഷേ ദൈവത്താൽ അവയെല്ലാം സ്വന്തമാക്കുവാൻ ഇടയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മളുള്ളൊരു വാഗ്ദത്തമുണ്ടെങ്കിൽ അതിനെതിരെ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ദൈവിക സമയമാകുമ്പോൾ വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ നിറവേറുമെന്നുള്ളത് ഇസ്രായേലിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്ന കാര്യമാണ്. നമ്മൾ പലപ്പോഴും തടസ്സങ്ങളെ മാത്രം കണ്ട് വരാതെ പിടിക്കുന്നവരാണ്. തടസ്സങ്ങൾക്കപ്പുറമായിട്ട് ദൈവത്തിൽ ആശ്രയിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കാരണം ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. ദൈവത്തിന് നമ്മെ സഹായിക്കാൻ കഴിയും, വിടുവിക്കാൻ കഴിയും. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവാശ്രയബോധം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഉണ്ടാകുവാനായി കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അങ്ങനെ ശേഷം ഗിലെയാദും ഓഗിൻ്റെ രാജ്യമായ ബാഷാൻ മുഴുവനും അർഗോബ് ദേശം മുഴുവനും ഞാൻ മനശ്ശയുടെ പാതിഗോത്രത്തിനും കൊടുത്തു. ബാഷാനും മുഴുവനും മലന്മാരദേശം എന്ന് പേര് പറയുന്നു. മനശ്ശയുടെ മകനായ യായീർ ഗശൂര്യരുടെയും മക്കാത്യരുടെയും അതിർവഴി
അർഗോബ് ദേശം മുഴുവനും പിടിച്ചു. തൻ്റെ പേരിൻ പ്രകാരം ബാഷാനെ ഹവോത്ത് യായീർ എന്ന് പേരിട്ടു. ഇന്ന് വരെ ആ പേർ തന്നെ പറഞ്ഞു വരുന്നു. മാക്കീരിന് ഞാൻ ഗിലിയാദ് ദേശം കൊടുത്തു. റൂബേനിയർക്കും ഗാദിയർക്കും ഗിലിയാദ് മുതൽ അർന്നോൻ താഴ്വരയുടെ മധ്യപ്രദേശവും അതിരും അമോനിയരുടെ അതിരായ യാബോക്ക് തോട് വരെയും കിന്നരേത്ത് തുടങ്ങി കിഴക്കോട്ട് പിസ്ഗയുടെ ചെരുവിന് താഴെ ഉപ്പുകടലായ അരാബയിലെ കടൽ വരെ അരാബയും യോർദാൻ പ്രദേശവും ഞാൻ കൊടുത്തു. അക്കാലത്ത് ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചത്, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് ദേശത്ത് അവകാശമായി തന്നിരിക്കുന്നു. നിങ്ങൾ യുദ്ധപ്രാപ്തന്മാരായ എല്ലാവരും ഇസ്രായേലരായ നിങ്ങളുടെ സഹോദരന്മാർക്ക് മുമ്പായി യുദ്ധസന്നദ്ധരായി കടന്നു പോകണം. നിങ്ങളുടെ ഭാര്യമാരും മക്കളും നിങ്ങളുടെ ആടുമാടുകളും ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള പട്ടണങ്ങളിൽ പാർക്കട്ടെ. ആടുമാടുകൾ നിങ്ങൾക്ക് വളരെ ഉണ്ട് എന്ന് എനിക്കറിയാം. യഹോവ നിങ്ങളെപ്പോലെ നിങ്ങളുടെ സഹോദരന്മാർക്ക് സ്വസ്ഥത നൽകുകയും യോർദാനൊക്കെ നിങ്ങളുടെ ദൈവമായ യഹോവ അവർക്ക് കൊടുക്കുന്ന ദേശത്തെ അവർ കൈവശമാക്കുകയും ചെയ്യുവോളം തന്നെ. പിന്നെ നിങ്ങൾ ഓരോരുത്തരും ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള അവകാശത്തിലേക്ക് മടങ്ങിപ്പോരണം. അക്കാലത്ത് എന്നെ യോശുവോട് ആജ്ഞാപിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവ ആ 2 രാജാക്കന്മാരോട് ചെയ്തു നോക്കുകയും നീ കണ്ണാലെ കണ്ടുവല്ലോ, നീ കടന്നിരുന്ന സകല രാജ്യങ്ങളോടും യഹോവ അങ്ങനെ തന്നെ ചെയ്യും. നിങ്ങൾ അവരെ ഭയപ്പെടരുത്. നിങ്ങളുടെ ദൈവമായ യഹോവയല്ലോ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. നമ്മൾ ഈ ഭാഗത്ത് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾ സ്വസ്ഥ അനുഭവിക്കുന്ന പോലെ നിങ്ങളുടെ സഹോദരന്മാരും സ്വസ്ഥ അനുഭവിക്കണമെന്നായിട്ട് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാനായിട്ട് ഒരുങ്ങണം എന്ന് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം സമാധാനവും സന്തോഷവും ദൈവിക അനുഗ്രഹങ്ങളും പ്രാപിക്കുന്നവരാണ്. അതേസമയം തന്നെ ചുറ്റുപാടുകളിൽ സമാധാനമില്ലാത്ത, സന്തോഷമില്ലാതെ യുദ്ധത്തോട് പോലും വിരക്തി തോന്നുന്ന ഒരുപാട് പേരുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ നമുക്കിപ്പോൾ വാളും കൊണ്ടുകൊടുത്ത് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. ദിവസത്തിൽ അവരുടെ നന്മകൾക്ക്, അവരുടെ സ്വസ്ഥതകൾക്ക് എതിരായി വ്യാപരിക്കുന്നതായ അന്ധകാരങ്ങളുടെ വ്യാപാരങ്ങളോട്, സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനയോട്, വാഴ്ചകളോട്, അധികാരങ്ങളോട് ഒക്കെ പ്രാർത്ഥനയും യുദ്ധം ചെയ്യാനുള്ള ഒരു ഒരുക്കം നമ്മൾ അവരും ആ സമാധാനം പ്രാപിക്കുവാൻ, അവർ ആ സന്തോഷം പ്രാപിക്കുവാൻ, അവർ ആ ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ സർവോപരി കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമുള്ള ആത്മരക്ഷയും പാപക്ഷമയും കരസ്ഥമാക്കുവാനായിട്ട് ജനത്തോട് പ്രാർത്ഥിക്കാനുള്ളൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. യുദ്ധത്തിൽ പ്രാർത്ഥനയിൽ പോരാടുക എന്നുള്ളതാണ്. അടുത്ത കാര്യം, നമ്മൾ കടന്നു പോകുന്ന വഴിത്താരകളിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളുമാകുന്ന ഒരുപാട് മല്ലന്മാരെ കണ്ടേക്കാം. പല വിഷയങ്ങളും വളരെ ഭീകരമാണെന്ന് തോന്നിയേക്കാം. എങ്കിലും വാഗ്ദത്തമുള്ളവനെ വാഗ്ദത്തങ്ങളിൽ പ്രവേശിക്കുവാൻ, വാഗ്ദത്തങ്ങൾ പറഞ്ഞ നന്മകൾ കൈവശമാക്കുവാൻ ഇവയൊന്നും തടസ്സമായിരിക്കില്ല. നീ അവയൊന്നും പേടിക്കരുതെന്നുള്ളതാണ്. ഇതിൻ്റെ മുന്നിൽ കാണുന്നതായി ഒരുപാട് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ടാകാം. വഴിത്താരയിൽ തന്നെ പീഡിപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ നടന്നേക്കാം, നിരാശപ്പെടുന്ന അനുഭവങ്ങൾ നടന്നേക്കാം, മനസ്സ് മടുപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ വിശ്വസിക്കേണ്ട കാര്യം, ഇവയൊന്നും കണ്ട് നീ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വാഗ്ദത്തം ചെയ്തതിന് വിശ്വസനാണ്. അവൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാനിടയായിത്തീരും. നമ്മളല്ല ഈ വിഷയങ്ങളെ യുദ്ധം ചെയ്യുന്നത്, നമ്മളല്ല ഈ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത്, നമ്മളല്ല ഇവയുടെ മേൽ ജയം ഘോഷിക്കുന്നതിനാണ്. ദൈവത്താൽ ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാവുകയും നാം ആ ജയം അനുഭവിപ്പാനിടയായിത്തീരുകയും ചെയ്യും. അതുകൊണ്ട് ഇന്ന് കാണുന്ന പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികളൊന്നും നിന്റെ വാഗ്ദത്തങ്ങൾക്ക് എതിരല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസത്തോടെ, ധൈര്യത്തോടെ ദൈവത്തെ സേവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അക്കാലത്ത് ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, കർത്താവായ യഹോവേ, നിന്റെ മഹത്വവും നിന്റെ ഭുജവീര്യവും അടിനെ കാണിച്ചു തുടങ്ങിയല്ലോ. നിന്റെ ക്രിയകൾ പോലെയും നിന്റെ വീര്യപ്രവർത്തനങ്ങൾ പോലെയും ചെയ്യുവാൻ കഴിയുന്ന ദൈവം സ്വർഗത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ ആരുള്ളൂ. ഞാൻ കടന്നു ചെന്ന് യോർദാൻ അക്കരെയുള്ള നല്ല ദേശവും മനോഹരമായ പർവ്വതവും ലെബനോനും ഒന്ന് കണ്ടുകൊള്ളട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ യഹോവ നിങ്ങളുടെ നിയമത്തെ എന്നോട് കോപിച്ചിരുന്നു, എൻ്റെ അപേക്ഷ കേട്ടതുമില്ല. ചില സന്ദർഭങ്ങളിൽ സത്യത്തിൽ നമ്മൾ ഈ ആ വാചകം വായിക്കുമ്പോൾ വളരെ സങ്കടകരമായൊരു അനുഭവമാണ് മോശയുടേത്, അല്ലേ? ദൈവത്തിൻ്റെ വാക്ക് കേട്ട് മിദ്യാനിൽ നിന്ന് അല്ലെങ്കിൽ ഹോരപർവ്വതത്തിൽ നിന്ന് ആ ദൈവശബ്ദം കേട്ട് ഫറവോയുടെ അടുക്കൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ അരുളപ്പാടുകളെ അറിയിച്ച് ഫറവോൻ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴൊക്കെയും അവിടെ ധീരതയോടെ നിന്ന് ഈ ജനം വളരെ വിഷയങ്ങളുണ്ടാക്കിയിട്ട് അവരെയും നയിച്ച് ഇവിടെ കൊണ്ടുവന്നതായ ആ മോശ ഇപ്പോൾ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യം എന്താ അറിയാമോ? എനിക്ക് ആ മനോഹരദേശം ഒന്ന് കാണുവാൻ ഒരവസരം തരണം. പക്ഷേ മോശയുടെ ആ പ്രാർത്ഥന ദൈവം കേട്ടില്ല.
നാം ഇവിടെ വളരെ സൂക്ഷിക്കേണ്ടതായ കാര്യമുണ്ട്. നമുക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നത് നല്ല കാര്യമാണ്. കർത്താവിന് വലിയ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യമാണ്. വൻ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മളുടെ അനുസരണക്കേട് നമ്മൾ എത്തിച്ചേരേണ്ട പല നന്മകളിലേക്കും എത്തിച്ചേരാതെ, സന്തോഷങ്ങൾ എത്തിച്ചേരാതെ വഴിയിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നാം ദൈവവചനത്തെ പൂർണ്ണമായി അനുസരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. മോശയെ സംബന്ധിച്ചുള്ള വളരെ സങ്കടകരമായൊരു ചോദ്യമാണത്. പക്ഷേ ആ അപേക്ഷയ്ക്ക് മറുപടി കിട്ടിയില്ല, ദൈവം മറുപടി കൊടുത്തില്ല എന്ന് തന്നെയാണ് വചനം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവിക നന്മകൾ പ്രാപിപ്പാൻ, ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കാത്ത രീതിയിൽ നമ്മളായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അടുത്തത്, യഹോവയോട് മതി ഈ കാര്യത്തെക്കുറിച്ച് ഇനി എന്നോട് സംസാരിക്കരുത്. കണ്ടോ, മോശം വളരെ ദയനീയമായിട്ട് ഒരു അപേക്ഷ പറയുമ്പോഴും ദൈവം പറയുക, മതി, ഇനി നീ എന്നോട് ഈ കാര്യം സംസാരിക്കരുത്. അത് വളരെ വേദനാജനകമായ ഒരു അനുഭവമാണ് മോശയെ സംബന്ധിച്ചിടത്തോളം. ഇത് നമുക്ക് ദൃഷ്ടാന്തമായിട്ടും ബുദ്ധിപദേശമായിട്ടും പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സന്ദർഭങ്ങളിൽ നാം പ്രാർത്ഥിച്ച വലിയ വിടുതലുകൾ പ്രാപിച്ച വ്യക്തികളായിരിക്കാം, അനുഗ്രഹങ്ങൾ പ്രാപിച്ച വ്യക്തികളായിരിക്കാം. അതിൻ്റെ അപ്പുറമായിട്ട് നാം ദൈവിക പ്രമാണത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണ്? ഇനി അങ്ങോട്ടുള്ള പല കാര്യങ്ങൾക്ക് അത് തടസ്സമെത്തിയതുകൊണ്ട് വളരെ ക്രമീകരണത്തോടെ ഇത് സേവിപ്പാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. പിസ്കയുടെ മുകളിൽ കയറി തലപൊക്കി പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും നോക്കിക്കാണുക, ഈ യോർദാൻ നീ കടക്കുകയില്ല. ഉണ്ടോ? എത്ര ശോചനീയമായ ഒരനുഭവം. നീ മനോരദേശം നീ കാണുകയില്ല, നീ യോർദാൻ കടക്കുകയില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതം വളരെ സൂക്ഷിക്കണമെന്ന് ഈ സന്ദേശം ഓർമ്മിപ്പിക്കുക. നമുക്ക് പ്രമാണത്തിൽ വ്യതിചലിച്ച് പോകാനൊക്കെ കഴിയും. പക്ഷെ പ്രമാണത്തിൽ വ്യതിചലിച്ച് പോകുമ്പോൾ ഉണ്ടാകുന്ന കെടുതികളെക്കുറിച്ച് നാം ബോധവാന്മാരായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ മോശയുടെ ചരിത്രം പഠിപ്പിക്കുന്നത്. അടുത്ത് ഇങ്ങനെയൊക്കെ ഉള്ളപ്പോഴും ദൈവം മോശയെ ഒഴിവാക്കുകയല്ല, മോശയെ പിന്നെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുക. അനുസരണക്കേട് വന്നു, അതിൻ്റെ ചെറിയ ഷോക്കല്ല, അത്യാവശ്യം വേണ്ട നല്ല ശിക്ഷ കൊടുക്കുമ്പോൾ തന്നെയും മറുവശത്ത് അവനെ ഇനിയും കർത്താവ് ചില കാര്യങ്ങളെ ഏൽപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹമെന്നുള്ളത് അങ്ങനെയാണ്. നമ്മൾ വീഴ്ചകൾ കാണിക്കുമ്പോൾ, പരാജയം കാണിക്കുമ്പോഴും നമ്മൾ എന്നേക്കുമായി തള്ളിക്കളയാതെ നമ്മെ സ്നേഹിക്കുകയും പിന്നെയും നമുക്ക് കർത്താവ് ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യും. അതുകൊണ്ട് ക്രമീകരണത്തിൽ ദിവസത്തിലായിരിക്കും കർത്താവ് സഹായിക്കട്ടെ. യോശുവോട് കൽപ്പിച്ച് അവനെ ധൈര്യപ്പെടുത്തി ഉറപ്പിക്കുക. അവൻ നായകനായി ഈ ജനത്തെ അക്കരെ കടത്തും. ഇന്നത്തെ നിലയ്ക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ശേഷം ഒരാൾ ഉയർന്നു വരുന്നു കണ്ടു കഴിഞ്ഞാൽ അവനെ എങ്ങനെയൊക്കെ താഴ്ത്തി ഒതുക്കിയിടാൻ ശ്രമിക്കുക. മോശ പറയും, മോശ നീ ഈ ജനത്തെയും കൊണ്ട് അപ്പുറത്തേക്ക് പോകത്തില്ല. എന്നാൽ യോശുവ നീ ഉറപ്പിക്കണം, ധൈര്യപ്പെടുത്തണം. യോശുവ മൂലമായിട്ട് ഈ ജനം വാഗ്ദത്തദേശത്ത് പ്രവേശിപ്പാനിടയായിത്തീരും. നിങ്ങളിന്ന് പ്രിയപ്പെട്ടവരെ, ശാന്തമായി നമുക്ക് നമ്മോട് ചോദിക്കേണ്ട ചോദ്യം, നമുക്ക് ശേഷം നാം ചെയ്യുന്ന പ്രവർത്തികൾ തുടരുവാനായിട്ട് നമുക്ക് ആരെങ്കിലും വളർത്തിക്കൊണ്ടുവരുവാൻ കഴിയുന്നുണ്ടോ? അതെയോ എനിക്ക് ശേഷം പ്രളയം എന്ന നിലയിൽ ആർക്കും ഒരു അവസരം കൊടുക്കാതെ, ആരെയും വളർത്തിക്കൊണ്ടുവരാതെ എല്ലാം ഞാൻ തന്നെ ചെയ്യണമെന്നുള്ള പിടിവാശി നിൽക്കുന്നത് എനിക്ക് ഓർക്കുക. നിനക്ക് ശേഷം പ്രളയമല്ല ഉണ്ടാകുന്നത്. നിനക്ക് ശേഷം നീ ചെയ്ത കാര്യങ്ങളുടെ ഒരു തുടർമാനമായി അത് ചെയ്യുവാനായിട്ട് ചിലരെങ്കിലും ആളുകൾ വളർത്തിയെടുക്കുവാനായി
കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നീ കാണുന്ന ദേശം അവൻ അവർക്ക് അവകാശമായി പങ്കിട്ട് കൊടുക്കും എന്നുള്ളത് ചെയ്തു. അങ്ങനെ നാം ബേത് പെയോരിനെതിരെ താഴ്വരയിൽ പാർത്തു. നമ്മൾ വീണ്ടും 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരികയാണ്. 4-ാം അധ്യായത്തിൻ്റെ പ്രധാന പ്രതിവാദി വിഷയം എന്നുള്ളത് അനുസരിക്കുവാനുള്ള ദൈവിക പ്രമാണങ്ങളെ അനുസരിക്കാനുള്ളതായ ഒരു പ്രബോധനമാണ് ഈ 4-ാം അധ്യായത്തിലെ മുഖ്യ പ്രതിവാദിയ വിഷയം. ഇപ്പോൾ ഇസ്രായേലെ നിങ്ങൾ ജീവിച്ചിരിപ്പാനും നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന ദേശം ചെന്ന് കൈവശമാക്കുവാനും തക്കവണ്ണം നിങ്ങൾ അനുസരിച്ച് നടക്കേണ്ടതിന് നിങ്ങൾ ഉപദേശിക്കുന്ന ചട്ടങ്ങളും വിധികളും കേൾപ്പിക്കും. കണ്ടോ, എന്തിനു വേണ്ടിയിട്ടാണ് ദൈവത്തിന് അനുസരിക്കേണ്ടത്? ദൈവത്തിന് അനുസരിക്കുവാനുള്ള കാരണം നിങ്ങൾക്ക് തരുന്ന ദേശം ചെന്ന് കൈവശമാക്കുവാൻ. കണ്ടോ, അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് ഏറെയുണ്ട്. ദൈവത്തെ നമുക്ക് ലഭ്യമാകുന്നതാണ്. പക്ഷേ അതിനനുസൃതമായൊരു അനുസരണം നമ്മിൽ വേണമെന്നുള്ള കാര്യം ഇവിടെ മോശ ഈ ജനത്തെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. നാം പ്രാപിക്കേണ്ട നന്മകൾ, അനുഗ്രഹങ്ങൾ, വിടുതലുകൾ നമ്മുടെ അനുസരണക്കേട് കൊണ്ട്, നമ്മുടെ മറുതലിപ്പ് കൊണ്ട് ഒരിക്കലും നഷ്ടമാകുവാൻ ഇടവരാതിരിക്കാനായി നാം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ നിങ്ങൾ യഹോവ നിങ്ങൾക്ക് തരുന്ന ദേശം, അപ്പോൾ ദൈവം അവരെ ആ ദേശം കൊടുക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നതാണ്, അല്ലേ? അവരെ വിളിച്ചിട്ട് കൊണ്ടുവന്നതിന് വേണ്ടിയാണ്. പക്ഷെ നിങ്ങൾ അതിനനുസരിച്ചുള്ള ഒരു അനുസരണം നിങ്ങൾക്കുണ്ടാകണം. ഇപ്പോൾ ഇവിടെ ചട്ടങ്ങളെക്കുറിച്ച് ബോധ്യമാക്കിയവരെ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ നിങ്ങൾ പ്രമാണിക്കണം. കണ്ടോ, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന ദൈവമായ യഹോവയുടെ കൽപ്പനകൾ നിങ്ങൾ പ്രമാണിക്കണം. അത് വളരെ ഗൗരവത്തോടെയാണ് പറയുന്നത്. ഈ ദൈവവചനം കേൾക്കുന്ന, ഈ കാര്യങ്ങൾ പഠിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് നിങ്ങൾ ഓർമ്മിക്കാനുള്ളത്, ഓരോ ക്ലാസ് കഴിയുന്നതോറും ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ എത്ര ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു എന്നുള്ളത്, നിങ്ങൾക്ക് എത്ര ഹാജരുണ്ടെന്നുള്ളത് അതൊന്നും ദൈവം ചോദിക്കുന്നില്ല. അതൊക്കെ നമ്മളൊരു പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം, മുടങ്ങാൻ പാടില്ല, ശ്രദ്ധിച്ച് പഠിക്കണം, പരീക്ഷ എഴുതണം എന്നൊക്കെ നമ്മൾ ഈ പാഠ്യപദ്ധതിയുടെ ഭാഗമായി പറയും. പക്ഷെ ദൈവം നോക്കുന്നത് നീ എത്ര മാർക്ക് മേടിച്ചു എന്നതിനേക്കാൾ ഉപരിയായിട്ട് നീ എത്ര കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്, നീ പഠിച്ച കാര്യങ്ങൾ. അപ്പോൾ അതിനാണ് ദൈവം മാർക്ക് ഇടുന്നത്. ഞങ്ങൾ നിങ്ങളുടെ പേപ്പർ നോക്കിയിട്ട് ഇന്നയാൾ 100 മാർക്ക് മേടിച്ചു, അല്ലെങ്കിൽ ഇന്നയാൾ 90 മാർക്ക് മേടിച്ചു, ഇന്നയാൾ ജയിച്ചില്ല, ഞങ്ങൾ മാർക്ക് നോക്കിയിട്ടൊക്കെ പറയും. നിങ്ങൾ പേപ്പറിൽ എഴുതി തരുന്ന ഉത്തരത്തിനനുസരിച്ചുള്ള മാർക്ക് ഞങ്ങളൊന്നും ഇടുക. എന്നാൽ ദൈവം നോക്കുന്നത് നിങ്ങളിത് എത്ര മാർക്ക് മേടിച്ചതിനൊക്കെ ഉപരിയായിട്ട് നിങ്ങളിത് എത്രത്തോളം അനുസരിക്കുന്നുണ്ട്, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുണ്ട്, പേഴ്സണൽ ലൈഫിൽ നമ്മൾ എത്രമാത്രം ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. അതുകൊണ്ട് ഇതനുസരിക്കുവാനുള്ള ഒരു ഉത്സാഹം നമ്മളുണ്ടാകട്ടെ. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത്. മറ്റൊരു ഉത്തരവാദിത്തമാണ്, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല, കൂട്ടാനും പാടില്ല, കുറയ്ക്കാനും പാടില്ല. ഇന്ന് പലരും ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നവരായിട്ടുണ്ട് വചനത്തിൽ നിന്ന്, അല്ലേ? അത് വേണ്ടാന്ന് ചിന്തിക്കുന്നവരുണ്ട്. ചിലരെ ഇതിൽ പല കാര്യങ്ങൾ കൂട്ടുന്നവരുണ്ട്. ഇത് രണ്ടും ദൈവസന്നിധിയിൽ തെറ്റാണ്. പൗലോസ് പറഞ്ഞില്ലേ, ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടുചേർക്കുന്നവരെ പോലെയല്ല. ഗുരുനിലത്തിൽ വായിക്കുന്നതാണ്, ഞങ്ങൾ ദൈവവചനത്തിലെ കൂട്ടുചേർക്കുന്നവരെ പോലെയല്ല. അപ്പോൾ ദൈവവചനത്തിൽ കൂട്ടാനും കുറയ്ക്കാനും പാടില്ല. അതുപോലെ ശിക്ഷയ്ക്കാരമാത്തിലൊന്നും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വചനം എന്താണോ ആവശ്യപ്പെടുന്നത് നാം ആ വചനത്തെ അതുള്ളതുപോലെ അനുസരിപ്പാൻ ഉത്സാഹിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് വചനത്തോടെന്തെങ്കിലും കൂട്ടുവാനോ വചനത്തിലും വിട്ടുകളയുവാനോ നമുക്ക് അധികാരമില്ല. ഓർക്കണം, ബാൽ പെയ്യോരിൻ്റെ സംഗതിയിൽ യഹോവ ചെയ്തത് നിങ്ങൾ കണ്ണാൽ കണ്ടിരിക്കുന്നു. ബാൽ പെയ്യോരിനെ പിന്തുടർന്നവരൊക്കെയും ദൈവമായ യഹോവ നിങ്ങളുടെ ഇടയിൽ നിന്ന് നശിപ്പിച്ചു കളഞ്ഞുവല്ലോ. എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവയോട് ചേർന്നിരുന്ന നിങ്ങളൊക്കെയും ഇന്ന് ജീവനോടിരിക്കുന്നു. അപ്പോൾ അവരുടെ പരിചരണത് ദൈവത്തോട് പറ്റിച്ചേരുക എന്നുള്ളതാണ്. ഈ കാലവിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പറഞ്ഞില്ലേ, അവൻ ദൈവത്തോടെ പൂർണ്ണമായി പറ്റിച്ചേർന്നതുകൊണ്ട് നിങ്ങൾ ഇതിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം.
ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്ന് കാണുന്നു അല്ലേ. അപ്പോൾ ദൈവത്തോട് പറ്റിച്ചേരുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടാകണം. ഓക്കെ, അടുത്തത് നിങ്ങൾ കൈവശമാക്കാൻ ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടപ്പാനായി എൻ്റെ ദൈവമായ യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ നിങ്ങളോട് ചട്ടങ്ങളും വിധികളും ഉപദേശിച്ചിരിക്കുന്നു, അവയെ പ്രമാണിച്ച് നടപ്പീൻ. അപ്പോൾ നമ്മൾ വചനങ്ങളെ കേൾക്കുക, അടുത്തത് പ്രമാണിച്ച് നടക്കുക. കേട്ടാൽ മാത്രം പോലെ എന്ത് ചെയ്യണം? പ്രമാണിച്ച് നടക്കണം. ഇത് തന്നെയല്ലോ ജാതികളുടെ ദൃഷ്ടിയിൽ ഉള്ള ജ്ഞാനവും വിവേകവും ആയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നതാണ് മറ്റുള്ളവരുടെ മുമ്പിൽ എന്തായിരിക്കുന്നത്? നിങ്ങളുടെ ജ്ഞാനവും വിവേകവും ആയിരിക്കുന്നത് ഉണ്ടോ. അപ്പോൾ ജ്ഞാനത്തിനായിട്ട് വിവേകത്തിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? ദൈവത്തിൻ്റെ വചനങ്ങളെ ഉള്ളതുപോലെ അനുസരിക്കുക എന്നുള്ളതാണ്. അവർ ഈ കൽപ്പനകളൊക്കെയും കേട്ടിട്ട് ഈ ശ്രേഷ്ഠജാതി ജ്ഞാനവും വിവേകമുള്ള ജനം തന്നെ എന്ന് പറയും. അപ്പോൾ നീ ദൈവനും അനുസരിച്ച് മുന്നോട്ട് പോകാമെങ്കിൽ നിന്നെ കാണുന്നവരും പറയും എന്താണ്? ഇവൻ അല്പം വിവരമുള്ളവനാണെന്ന് പറയും അല്ലേ. ശ്രേഷ്ഠജാതി ജ്ഞാനവും വിവേകവുമുള്ള ജനം തന്നെ എന്ന് പറയും. അപ്പോൾ നാം അനുസരണക്കാട് കാണിച്ചാലോ ഇവരെ വിവരം കെട്ടവരെന്ന് അവർ പറയേണ്ടതായിത്തീരും. അത്രേ ഉള്ളൂ. നമ്മൾ ദൈവമായ യഹോവയോട് നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുള്ളൂ. നമ്മുടെ അടുത്ത കാര്യം കണ്ടോ, നമ്മുടെ ദൈവമായ യഹോവയെ നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെയും അവൻ നമുക്ക് അടുത്തിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠ ജാതി ഏതുണ്ട്? ദൈവം നമ്മുടെ ദൈവം നമ്മോട് അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞത് എപ്പോഴാ? വിളിച്ചപേക്ഷിക്കുമ്പോൾ. അപ്പം ഇവിടെ വരെ നമ്മുടെ ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി. അവൻ സ്വർഗാദി സ്വർഗങ്ങളിൽ വസിക്കുന്നു. അവൻ രാജാതി രാജാവും കർത്താതി കർത്താവും ദൈവാതി ദൈവവുമാണ്. കോടാനുകൂടി ദൂതന്മാർ അനുനിമിഷവും സ്തുതിച്ചും വാഴ്ത്തിയും പുകഴ്ത്തി നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ഭൂമിയുടെ ഏതെങ്കിലും ഒരു അറ്റത്തിരുന്നുകൊണ്ട് നമ്മുടെ സങ്കടവുമായിട്ട് കിടന്നു നിൽക്കുന്നത്. അവിടുത്തെ ആരവാരങ്ങൾക്കിടയിൽ ഈ ശബ്ദം കേൾക്കുവാനായിട്ട് സാധ്യത കുറവാണ്. പക്ഷേ ആരവാരത്തിനിടയിലും നിലവിളിക്കുന്ന നിലവിളി കേട്ട് അവനോട് അടുത്ത് വരുന്ന ദൈവത്തെയാണ് സേവിക്കുന്നത്. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഇലക്ഷൻ സമയത്ത്, ഉപ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ഓരോ സ്ഥാനാർത്ഥികൾ അവരുടെ കൂടെയുള്ള അണികളുമായിട്ടിങ്ങനെ വളരെ ആരവാരമായി പൊതുമണം കാണാറുണ്ട്. എന്നാൽ ചിലയിടങ്ങളിൽ ചെല്ലുമ്പോഴേ അവിടെയുള്ള ആളുകൾ ഇവരൊപ്പം ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നു. അവർ ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ ഈ സമയത്ത് കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ട ഒരു കാര്യം, പ്രിയങ്ക ഗാന്ധി കുറച്ച് സിസ്റ്റേഴ്സൊക്കെ ആയിട്ട് ഒരു ഫോട്ടോ എടുക്കാനായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുന്നു. അപ്പോൾ അവർ നോക്കുമ്പോൾ തൊട്ടപ്പുറത്ത് വീൽ ചെയറിലൊരു സഹോദരി വന്നിരിക്കുന്നുണ്ട്. ഇവർ ഓടിപ്പോയി അവരുടെ അടുത്ത് പോയി നിന്ന് ഫോട്ടോ എടുക്കാണ്ട് കയറ്റിയിരുന്നു. അപ്പോൾ ശ്രേഷ്ഠരായ ആളുകൾ അപ്പുറത്തുണ്ട്. അപ്പോൾ അതേ സമയം തന്നെ ക്ഷീണിതയായ തൻ്റെ അടുക്കിലേക്ക് ഓടി വരാൻ കഴിയാത്ത വ്യക്തിയുടെ ഇടയിലേക്ക് പ്രിയങ്ക ഗാന്ധി പോയിട്ട് ഫോട്ടോ എടുത്തൊരു വീഡിയോ നമ്മൾ ന്യൂസിൽ കാണാനായിട്ട് തീർന്നു. ഞാൻ ഇത് രാഷ്ട്രീയപരമായിട്ട് പറഞ്ഞ കാര്യമല്ല, നമ്മുടെ ദൈവത്തിന് സ്നേഹം പറയാൻ വേണ്ടി പറഞ്ഞു. എരിഹോവിൻ്റെ അടുക്കുള്ള യാത്രയുടെ സമയത്ത് കർത്താവായ യേശു വരുന്ന സമയത്ത് തിമായിയുടെ മകൻ ബർത്തിമായി റോഡിൻ്റെ അരികിൽ നിന്നിങ്ങനെ ഭിക്ഷയാചിക്കുക. അപ്പോഴാണ് വലിയൊരു ആൾക്കൂട്ടം വരുന്നു. ഒരു ആരവാരം കേട്ടു. അവൻ ചോദിച്ചു, എന്തായി വരുന്ന ആൾക്കൂട്ടവും ആരവാരവും ഒക്കെ? അപ്പോൾ അവരോ പറഞ്ഞു, യേശു ഇതിൽ വരുന്നുണ്ട്. യേശു ഒറ്റയ്ക്കല്ല വരുന്നത്, യേശുവിനോട് ഒരു ബഹുപുരുഷാരമുണ്ട്. ആ ബഹുപുരുഷാരങ്ങളൊക്കെ യേശു ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് പറയുകയും യേശുവിനെ വാഴ്ത്തുകയോ പുകഴ്ത്തുകയോ ഒക്കെ ചെയ്ത ആളുകളൊക്കെ ഉണ്ടായിരിക്കാം. പിന്നെ തമ്മിൽ വിശേഷങ്ങൾ ചോദിക്കുന്ന ആൾക്കാർ. അങ്ങനെ ഈ ബഹുപുരുഷാരം പല നിലകളുള്ള സംസാരങ്ങളുമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്
തെരുവിൻ്റെ ഓരത്തിരുന്ന് ഈ പാവപ്പെട്ടവൻ നിലവിളിക്കുക. മുമ്പേ ഒന്നാം മിടുക്കന്മാരൊക്കെ മിണ്ടാണ്ടിരിക്കാമെന്ന് പറഞ്ഞ് ശാസിക്കുകയും ചെയ്തു. അപ്പോൾ ബഹുപുരുഷാരത്തിൻ്റെ ആരവാരങ്ങൾക്കിടയിൽ മുഴുകി വരുന്നതായ യേശു ഈ തെരുവിൻ്റെ ഓരത്തിരുന്ന് ഒറ്റയ്ക്കായി നിലവിളിക്കുന്ന ആ മനുഷ്യൻ്റെ നിലവിളി കേട്ടോട് നിന്നു. കാരണം കേൾക്കാത്ത നൽകി പോകാമായിരുന്നു. അല്ലെങ്കിൽ ഈ ആരവാരങ്ങൾക്കിടയിൽ ആ വിളി വലിയ കാര്യമായിട്ട്, കാരണം ഇവർ ഒരുപാട് പേരുടെ ആരവാരങ്ങൾക്കിടയിൽ ചെറിയ നിലവിളി അലിഞ്ഞു ചേരും പോകുമായിരുന്നു. ദൈവമാരെ നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ അടുത്ത് വരുന്നവനെ ഹൃദയം നിറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിയുമായി സംസാരിക്കുമ്പോൾ അവരെന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞ കാര്യം, ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടായപ്പോൾ അവരുടെ കുടുംബത്തിൽ അപ്രതീക്ഷിതമായ ചില മരണങ്ങൾ സംഭവിച്ചപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചോളം ഒറ്റപ്പെട്ട ഒരു അനുഭവമായി, എല്ലാം നഷ്ടപ്പെട്ട അനുഭവമായി. നിങ്ങൾ സന്ദർഭങ്ങളിൽ ഭക്ഷണത്തോട് വിരക്തി തോന്നി, ഉറക്കത്തോട് വിരക്തി തോന്നി, ഇങ്ങനെ കിടക്കയിൽ കിടന്ന് നിലവിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് ആശ്വസിപ്പിച്ച്, സ്നേഹിക്കുന്ന ഒരു പിതാവോ മാതാവോ തൻ്റെ അടുത്ത് വന്ന് കിടന്ന് എൻ്റെ പുറത്ത് തട്ടി തന്നെ ആശ്വസിപ്പിക്കുന്നത് പോലെ കർത്താവ് ആശ്വസിപ്പിച്ചതായ ഒരു അനുഭവം ഉണ്ടായത് അവർ പറയട്ടെ. തോന്നുന്നു തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരോട് ഇത്ര അടുത്തൊരു ദൈവം, ഹൃദയം നിറങ്ങിയവർക്ക് സമീപസ്ഥനായ ദൈവം, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായ ദൈവം, ആ ദൈവം ഇന്നും ജീവിക്കുന്നു. അവൻ നിന്നെയും സഹായിക്കും. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ലായിരിക്കാം, ആശ്വസിപ്പിക്കാൻ ആരുമില്ലായിരിക്കാം, സഹായിക്കാൻ ആരുമില്ലായിരിക്കാം. എന്നാൽ ദൈവം നിന്നെ കൈവിടുകയില്ല. ദൈവം നിന്നെ സഹായിക്കും, രക്ഷിക്കും. അതുകൊണ്ട് നമുക്ക് ആ ദൈവത്തിൽ വിശ്വസിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കഷ്ടങ്ങൾ ഏതുമാകട്ടെ, പ്രയാസങ്ങൾ ഏതുമാകട്ടെ, ആവശ്യങ്ങൾ ഏതുമാകട്ടെ, നമ്മുടെ ദൈവത്താൽ ഒരു അത്ഭുതമുണ്ടാകും, ദൈവത്താൽ ഒരു വിടുതലുണ്ടാകും. വിശ്വസിക്കാം, ചേർന്ന് പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ തന്ന സെക്ഷനായി സ്തോത്രം ചെയ്തു. നമ്മൾ സംസാരിപ്പാനിടയായി തീർന്നല്ലോ. വിവിധ നിലകളിൽ കഷ്ടം അനുഭവിക്കുന്ന ജനത്തോട് കർത്താവ് കരുണ കാണിക്കണമേ. വിളിച്ചപേക്ഷിക്കുമ്പോൾ അവരുടെ അടുത്ത് ചേർന്നിരുന്ന് ആശ്വസിപ്പിക്കുന്ന, വിടുവിക്കുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അത് മാത്രമല്ല അവർ നിന്നോടും ചേർന്നിരിപ്പാനായിട്ട്, കാലേബ് പറ്റിച്ചേർന്നതുപോലെ നിന്നോട് പറ്റിച്ചേർന്നിരിപ്പാനായിട്ട്, എൻ്റെ പ്രമാണങ്ങളെ പൂർണ്ണമായി അനുസരിപ്പാനായിട്ട്, തന്മുഖാന്തരം അനുഗ്രഹങ്ങളും അഭിവൃദ്ധിയും പ്രാപിപ്പാൻ സർവോപരി കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമുള്ള ആത്മരക്ഷയും പാപക്ഷമയും കരസ്ഥമാക്കുവാനായിട്ട് ഇവ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ചെയ്യുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ക്ഷമയോടെ ഈ സന്ദേശം ശ്രമിച്ചതിന് നന്ദി പറയുന്നത് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് വരെ താമസം നമുക്ക് അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് നമ്മെ സൂക്ഷിക്കുന്ന പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാ സഹകരണത്തിനും എല്ലാ പ്രോത്സാഹനത്തിനും നന്ദി പറയുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.